നമസ്കാരം. ഇലക്ട്രോ പോയിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഇൻഫിനിറ്റി സബ് വൂഫറിൻ്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇടുന്നൊരു വീഡിയോ കുറച്ചുകൂടി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ വേണമെന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളൊരു ഗ്യാപ്പ് ഇട്ടത് ആക്ച്വലി. അപ്പോൾ 2022 ഞങ്ങളൊരു എന്താ പറയുക, ഒരു സാധാരണ നമ്മൾ കൂടുതലും ഈ ഒരു ഇതിൽ ചാനലിൽ ചെയ്തിട്ടുള്ളത് ഒരു അനലോഗ് ആംപ്ലിഫയേഴ്സാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഡിജിറ്റൽ ആംപ്ലിഫയർ ആയിട്ടാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പ്രോത്സാഹനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും എല്ലാം ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനലോഗ് ആംപ്ലിഫയേഴ്സ് ചെയ്യുന്ന പാറ്റേണിനേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ കുറച്ചുകൂടെ നല്ലൊരു രീതിയിലുള്ള അക്രിലിക് പാനലിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ളൊരു അക്രിലിക് പാനലിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് പാനലാണ് ഈ ഒരു ആംപ്ലിഫയറിൽ വന്നിട്ടുള്ളത്. അതിൽ ഡിസ്പ്ലേ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ റിമോട്ട് കിറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റിമോട്ട് കിറ്റിൻ്റെ ബ്ലൂ ഡിസ്പ്ലേ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അത് നിങ്ങൾക്ക് വർക്കിംഗ് വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ USB പാനലിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാം. പക്ഷേ ഈ ബ്ലൂടൂത്ത് പാനലിൻ്റെ ഡിസ്പ്ലേ കൂടാതെ തന്നെ നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് റിമോട്ടിൻ്റെ ഡിസ്പ്ലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ഇത് ഹൈഡ് ആവും. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് ഇതിൻ്റെ കൺട്രോളുകൾ പറയുന്ന നിലയ്ക്ക് 2 നോബാണ് ആക്ച്വലി ചെയ്തിട്ടുള്ളത്. ഒരു പ്രീമിയം ടൈപ്പ് നോബുകളാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം എൻകോഡറിന് വേണ്ടിയിട്ടും ഒരെണ്ണം സബിൻ്റെ വോളിയം ഇതിന് വേണ്ടിയിട്ടാണ്. വളരെ പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പ് നോബുകളാണ് നമ്മളതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലൂടൂത്ത് പാനലിൻ്റെ നമ്മളൊരു USB ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ തന്നെ നമ്മളതിൻ്റെ സോക്കറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അകത്ത് DTS ഡോൾബി എന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും DTS ഡോൾബി ഒന്നും ഈ ഒരു ആംപ്ലിഫയറിലില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, പ്രൊലോജിക് ആംപ്ലിഫയർ ആണ്. റിമോട്ട് കിറ്റ് യൂസ് ചെയ്തിട്ടുള്ള പ്രൊലോജിക് 2 പിന്നെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണത്. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് DTS ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്കിപ്പോൾ ചില ഡീകോഡേഴ്സിൻ്റെ സഹായത്താൽ DTS ഔട്ട്പുട്ടായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇതിന് സാധ്യതയുള്ള രീതിയിൽ 5.1 ഇൻപുട്ട് കാര്യങ്ങളെല്ലാം വരുന്ന ടൈപ്പിലൊരു ആംപ്ലിഫയർ ആണത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഈ നോബിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കൊടുക്കാറുണ്ട്. ഇത് സാധാരണ കൊടുക്കുന്ന ആ ഒരു ലൈറ്റിംഗ് എഫക്റ്റിനേക്കാളും ഒരു വ്യത്യാസമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൊരു പിക്സൽ LED ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിക്സൽ LED വ്യത്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമുക്കിപ്പോൾ ഇത്തരം ആംപ്ലിഫയേഴ്സിൻ്റെ യൂസ് കാര്യങ്ങൾ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് സിനിമ ഈ കാണുന്നതിനുള്ളൊരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു പാർട്ടി ഒക്കെ ഉള്ള സമയത്ത് നമുക്കൊരു അടിച്ചുപൊളിയായിട്ട് ലൈറ്റിംഗ് അങ്ങനെയുള്ള ഫെസിലിറ്റിയോടുകൂടിയൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പിക്സൽ LED മോഡുകൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ യൂസിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിംഗിൾ കളറായിട്ട്, ഇഷ്ടപ്പെട്ട സിംഗിൾ കളറായിട്ട് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഇത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു പാർട്ടി മോഡിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലാഷിംഗ് ലൈറ്റായിട്ട്, അപ്പോൾ ഒരു ഡിം ലൈറ്റിലേക്ക് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഇതായിട്ടുള്ളൊരു അപ്പിയറൻസിലായിരിക്കും ഈ ഒരു ഇതിൻ്റെ ഇത് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇത്രയുള്ള ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂയിലേക്ക് ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചൊരു എലഗൻ ലുക്കിൽ ചെയ്തിട്ടുള്ളൊരു ആംപ്ലിഫയർ ആണ്. ഡെഫിനറ്റ്ലി അതിൻ്റെ നോബ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബോട്ടം പുഷ് അതിൻ്റെ അപ്പിയറൻസിൽ. ആക്ച്വലി നമ്മളോട് ഒരു പ്രീമിയം ലുക്ക് വരുന്നൊരു ബോട്ടം പുഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ബാക്ക് പാനൽ നമ്മൾ സാധാരണ ക്യാബിനറ്റിൻ്റെ മെറ്റൽ ക്യാബിനറ്റിൻ്റെ ആ ഒരു മെറ്റൽ പോർഷൻ അവോയ്ഡ് ചെയ്തിട്ട് അക്രിലിക് പാനലിൽ ചെയ്തിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ള ബാക്ക് പാനലാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് പാനലിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളതിൻ്റെ 5 ചാനൽ ഇൻപുട്ട്, ഓക്സ് ഇൻപുട്ട്, അതുപോലെ തന്നെ സ്റ്റീരിയോ ഇൻപുട്ട് എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ഒരു RC കണക്ടർ വഴി നമുക്ക് കൊടുക്കാനുള്ള രീതിയിലുള്ള RC പിന്നുള്ളിൽ കൊടുക്കാനുള്ള രീതിയിൽ നമുക്കത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ സ്പീക്കർ ഔട്ട്പുട്ടുകളും കുറച്ച് ഹെവി ആയിട്ടുള്ള സ്പീക്കർ ഔട്ട്പുട്ട് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാത്തിനും ബനാന സോക്കറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകത പറയാനായിട്ട്, സെപ്പറേറ്റ് 2 അടിപൊളി ശരിക്കും ഇതിൻ്റെ എയർ വെൻറ്റിലേഷൻ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്ന ഒരു ബോർഡാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് 2 ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും മുന്നുള്ള ആംപ്ലിഫയറുകളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോഡ് വയേഴ്സ് അതിൻ്റെ കൂടെ നമ്മൾ ആ ക്യാബിനറ്റിൽ ഉള്ളിൽ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഡ് വയേഴ്സാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആംപ്ലിഫയർ ഹെവിയാണ്, കുറച്ചുകൂടെ പ്രീമിയം ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻപുട്ട് സോക്കറ്റിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു 3 പിൻ കമ്പ്യൂട്ടറിൻ്റെ കോഡ് വയർ കുത്താവുന്ന രീതിയിലുള്ള ആ ടൈപ്പിലുള്ളൊരു സോക്കറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് ഒരു പവർ സ്വിച്ച്, ഒരു എൽക്കോണിൻ്റെ പവർ സ്വിച്ച്, ഒരു 3 പിൻ സോക്കറ്റ്, അതുപോലെ തന്നെ അതിനോട് ഒരു ഫ്യൂസ് കാരിയറും കൂടെ വരുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത് ആക്ച്വലി
നമ്മൾ ആ ഒരു പ്രീമിയം ലുക്ക് മാത്രമല്ല ആംപ്ലിഫയറിൻ്റെ ഒരു സേഫ്റ്റിയും കൂടെ എൻഷുർ ചെയ്യുന്ന രീതിയിലാണ് ആക്ച്വലി നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കൊരു ഔട്ടർ വ്യൂ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനോട് അനുബന്ധിച്ച് കണക്ട് ചെയ്യുന്ന കേബിളുകൾ നമ്മൾ ഇത് ചെയ്യണം. കോഡ് വയറിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടറിൻ്റെ ടൈപ്പ് കോഡ് വയറുകളാണ്, നല്ല ക്വാളിറ്റി കോഡ് വയേഴ്സാണ് നമ്മൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 റിമോട്ട് ആക്ച്വലി ഇതിന് വരുന്നുണ്ട്. 2 റിമോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു റിമോട്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ 5.1 കൺട്രോളിന് വേണ്ടിയിട്ടാണ്. എല്ലാവിധ കൺട്രോളുകളും നമുക്ക് ഈ ഒരു റിമോട്ട് വഴി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ USB മോഡ്യൂളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതുവഴി തന്നെ കൺട്രോൾ ചെയ്യാം. പിന്നെ വരുന്നത് നമ്മുടെ പിക്സൽ LED-യുടെ റിമോട്ടാണ്. നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ റിമോട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ കളറിലിട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ കളർ ചേഞ്ച് ചെയ്യാനുള്ള രീതിയിൽ ഇത് ചെയ്താൽ മതി. മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതല്ല എങ്കിൽ പോലും നമുക്കിതിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫെസിലിറ്റിയാണ് ആക്ച്വലി ഇത്. ഇനി ഇതിൻ്റെ ഇൻസൈഡ് വ്യൂയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ്, എത്രത്തോളം ഇതായിട്ടാണ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അടുത്തൊരു സെഷനിൽ നമുക്ക് പറയാം. ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഏതൊക്കെ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാം. ആക്ച്വലി നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശം കാണുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു ആംപ്ലിഫയർ ചെയ്യുമ്പോൾ ഒതുക്കി ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു ഒരു ശൈലി തന്നെയുണ്ട്. വളരെ നന്നായിട്ട് ഒതുക്കി വളരെ വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി അതിൻ്റെ നോയ്സ് ലെവലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്രയും വ്യത്യാസം വരും. നോയ്സ് ലെവൽ അത് വളരെയധികം കുറയും. അപ്പോൾ ആ രീതിയിൽ അത്രയും നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഒരു ഇത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ക്യാബിനറ്റുകൾക്ക് പകരമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് G-Techൻ്റെ ക്യാബിനറ്റാണ്. ആക്ച്വലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാബിനറ്റ് മാത്രമല്ല, സൈഡിൽ ഉള്ള സപ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങളും ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ മറ്റുള്ള പാർട്സുകളൊക്കെ ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബെൻഡ് വരാതിരിക്കാനായിട്ട്, ഭാവിയിൽ ബെൻഡ് വരാതിരിക്കാനായിട്ട് ഇത്തരം ഹെവി ആയിട്ടുള്ള ബോഡി നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ആംപ്ലിഫയറിൻ്റെ പ്രധാന ഘടകം, നമ്മൾ എത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ബോർഡുകൾ യൂസ് ചെയ്താലും പ്രധാന ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ പവർ സപ്ലൈ തന്നെയാണ്. അപ്പോൾ പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് 3 ടാപ്പിംഗ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3 ടാപ്പിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടാപ്പിംഗ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 10 ആംപിയർ, അതുപോലെ തന്നെ 32 ഒരു 8 ആംപിയറുള്ള ഒരു ടാപ്പിംഗ്, പിന്നെ 12 ടാപ്പിങ്ങുകൾ, അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ടാപ്പിങ്ങുകളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ബോർഡ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് 28 AC-യിലാണ്. അപ്പോൾ അതിനെ നമ്മൾ മെറ്റൽ ബ്രിഡ്ജ് വെച്ച് 4 കപ്പാസിറ്റർ വെച്ച് ഫിൽറ്റർ ചെയ്ത് വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് കൊടുക്കുക. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ശക്തിയുടെ 5 ചാനൽ ബോർഡാണ്. TTC 52001943 കോമ്പിനേഷനിലുള്ള 5 പെയർ യൂസ് ചെയ്തിട്ടുള്ള ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഓൺ ആൻ ആവറേജ് പെർ ചാനൽ നമുക്ക് 100 വാട്ട്സ് വെച്ചിട്ടുള്ള ഇത് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ സബിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 32 AC കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു പവർ സപ്ലൈ ആണ്. അതിൽ നമുക്ക് ഔട്ട്പുട്ടിൽ ഏകദേശം ഒരു 42 വോൾട്ടോളം, നമുക്ക് 43 വോൾട്ടോളം നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് അത്രയും നല്ല രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള 4 ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ബോർഡാണ്. 4 ട്രാൻസിസ്റ്റർ പാരലൽ മോണോ വരുന്ന ഒരു ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 250 വാട്ട്സിൽ കൂടുതൽ നമുക്ക് ഇതിൽ RMS ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമുക്കൊരു JBL ഇൻഫിനിറ്റി ആ കാറ്റഗറിയിൽ വരുന്ന ഏതൊരു സബും നല്ല സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ, നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ബോർഡാണ് നമ്മളതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രധാനമായിട്ട് അതിന് യൂസ് ചെയ്തിട്ടുള്ള PCB എന്ന് പറയുന്നത് പവർ ട്രിക്കിൻ്റെ തന്നെയാണ്. നമ്മൾ തന്നെയാണ്, പക്ഷേ നമ്മൾ കമ്പണൻസ് മേടിച്ച് നമ്മളത് ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റൽ ബ്രിഡ്ജാണ് യൂസ് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് പവർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ആംപ്ലിഫയറിൻ്റെ, പ്രത്യേകിച്ച് ഒരു ഡിജിറ്റൽ ആംപ്ലിഫയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സിംഗ് ഡീകോഡർ ബോർഡാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഫ്യൂടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡീകോഡിംഗ് ബോർഡാണ്. ഫ്യൂടെക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ബ്രാൻഡാണ്. അതായത് 5.1 ഡീകോഡേഴ്സ് ചെയ്യുന്ന ബ്രാൻഡുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ബ്രാൻഡുകളിൽ ഒന്നെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇവരുടെ DSP ഡിജിറ്റൽ പ്രോസസ്സിംഗ് കിറ്റുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെങ്കിൽ പോലും ഇതൊരു നോർമൽ ടൈപ്പ് കിറ്റാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ 5.1 നമ്മുടെ ഡിജിറ്റൽ DTS ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ഉള്ള ഇത് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഡിയോ റഷ് എന്നുള്ള എക്സ്റ്റേണൽ ഡീകോഡേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അതിൽ ഇന്റർണലി കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഇൻപുട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ ജസ്റ്റ് ഡിജിറ്റൽ വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ കോയാക്സിൽ കണക്ട് ചെയ്യാവുന്ന ഒരു സോക്കറ്റിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് പ്രൊസസ്സറിലേക്ക് കണക്ട് കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ DSP കിറ്റ്, ഇനിയിപ്പോൾ ഈ പ്രൊസസ്സർ കിറ്റ് തന്നെ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ DSP കിറ്റ് ചെയ്യാവുന്ന രീതിയിലൊക്കെ കൂടെ കണക്കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും സ്പേസ് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടി ഇട്ടിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇന്നൊക്കെന്നുള്ളൊരു ഇത് മാത്രമല്ല, നാളെ എന്തൊക്കെ ഒരുമാതിരിയുള്ള ഡെവലപ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇതിൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇതിൽ കണക്കൂട്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള പവർ സപ്ലൈയിലും അതിനുള്ള എക്സ്റ്റേണൽ ഇതായാലും നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സിംഗ് യൂണിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം വരുന്നത് നമ്മളുടെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. പവർ ട്രിക്കിൻ്റെ തന്നെ 5.1 സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സബിന് വേണ്ടി ഒരു ഹെവി ആയിട്ടുള്ള ഒരു റിലേയും അതുപോലെ തന്നെ 5 ചാനൽ സെപ്പറേറ്റ് ഒരു ചെറിയ റിലേയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ DC ബ്ലോക്കിങ് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനൊക്കെ വരുന്ന ടൈപ്പ് ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഔട്ട്പുട്ടും നമ്മൾ കൊടുത്തിട്ടുള്ളത് ബനാന സോക്കറ്റ്, നല്ല ക്വാളിറ്റിയുള്ള ബനാന സോക്കറ്റ് വഴിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ RC സോക്കറ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഫാൻ 2 ഫാനാണ് നമ്മൾ ഇന്നിലേക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം അത്ര നല്ല രീതിയിൽ ടെമ്പറേച്ചർ കൺട്രോൾ വേണ്ട ടൈപ്പ് ഒരു ബോർഡുകളാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളിതിനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് കൺട്രോൾ ചെയ്യുന്ന ആക്ച്വലി എല്ലാ സമയം ഫാൻ വർക്ക് ചെയ്യില്ല. അതിൻ്റെ അകത്തൊരു ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫാൻ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാനിൻ്റെ സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറി നിൽക്കില്ല. ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമേ ഫാൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇതൊരു പിക്സൽ LED സർക്യൂട്ടാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഏത് കളർ പാറ്റേണിൽ വേണമെങ്കിലും നമുക്ക് ഈ ഇതിൻ്റെ ചുറ്റുമുള്ള ലൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം, ഈ നോബിന് ചുറ്റുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആംപ്ലിഫയർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കസ്റ്റമർ പറയുക, ചേട്ടാ ഞങ്ങൾക്ക് ഇത് വൈറ്റ് മതി, അല്ലെങ്കിൽ ബ്ലൂ മതി, യെല്ലോ മതി, ഗോൾഡൻ മതി. അപ്പോൾ ഈ രീതിയിൽ ഏത് കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഈ ഇത് വരുന്നുണ്ടല്ലോ, എന്താ പറയുക, നമ്മളിപ്പോൾ ഈ ഒരു ഇത് സിനിമ കാണാൻ വേണ്ടി മാത്രമല്ല, ഒരു DJ പോലെ അല്ലെങ്കിൽ നല്ലൊരു പാർട്ടി മൂഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അത്രയും ഒരു ഡാൻസിങ് ലൈറ്റായിട്ട് പോലും ഈ ഒരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആക്ച്വലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ വരുന്ന VU മീറ്ററാണ്. VU മീറ്റർ ആക്ച്വലി ഫ്രണ്ട് പാനൽ പറഞ്ഞ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഘടകമാണ്. VU മീറ്റർ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് VU മീറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ എന്താ പറയുക ഓഡിയോ ലെവൽ അനുസരിച്ച് ഈ VU മീറ്ററിൻ്റെ ആ ഒരു ഇത് വരുന്നത് കുറച്ചൊരു ക്ലാസിക് ആയിട്ടുള്ളൊരു ലുക്ക്, ഒരു പുതിയൊരു ടൈപ്പിലുള്ള നല്ലൊരു രീതിയിലുള്ളൊരു ലുക്ക് ആക്ച്വലി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തികച്ചും എന്താ പറയുക നല്ലൊരു പവർഫുൾ ആയിട്ട് ഉള്ളൊരു ആംപ്ലിഫയർ, നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു ആംപ്ലിഫയർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ആംപ്ലിഫയർസ് നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടും എന്നുള്ളതാണ് വിശ്വാസം. ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ഇത്തരം ഡിവൈസസ് നമുക്ക് ഇനിയും ഫ്യൂച്ചറിൽ നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾ ഇനിയും കൊണ്ടുവരും. ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റേജിൽ എന്ന് പറയുന്ന അടുത്തൊരു ലെവൽ ഓഫ് ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോയിലേക്കായിരിക്കും പോകുന്നത്. ആ വർക്കിംഗ് വീഡിയോയിൽ നമ്മൾ തന്നെ ഇവിടെ ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ടവർ സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഓഡിയോ എക്സ്റ്റൻഡർ സബ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സറൗണ്ട് ചാനലായിട്ട് നമ്മൾ സോണിയുടെ 2 സ്പീക്കറാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസോ മറ്റുള്ള കാര്യങ്ങളോ നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം പവർഫുൾ ആണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം ഡിവൈസസ് കുറിച്ചുള്ള കമൻറ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരം ആംപ്ലിഫയറോ മറ്റുള്ള കാര്യങ്ങളോ ആവശ്യമുണ്ട്, അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നതാണ്. നമ്മളെല്ലാ രീതിയിലുള്ള നേരത്തെ കാണിച്ചിട്ടുള്ള എല്ലാ രീതിയിലുള്ള ആംപ്ലിഫയറുകളും എല്ലാ ഇതിലും നമ്മൾ തുടർന്നും ഇതേപോലുള്ള വീഡിയോ കൂടെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനി വർക്കിംഗ് വീഡിയോയിലേക്ക്